മാറൈന ഞങ്ങൾ കണ്ടില്ല നബിയെ അൽ ഈസ ഐസ കുട്ടികൾക്കൊക്കെ ഈസിയായ മാന അറിയണം ഒരു പദാണ്. അവാമിൽ തന്നെ പഠിച്ചതുകൊണ്ട് ഐസാഹിന്റെ ജമ്മാണ്. ബുറുദയിലും അതൊരു വേടാണ്. അത് മഹബത്തിന്റെ ഗാനങ്ങളിലൊക്കെ ഈസ് ഒരു വേടായിരിക്കും. ഒരു ഒട്ടകയാത്ര, ഒരു യാത്ര ഒരു സ്നേഹിയുടെ പ്രകടന ശൈലിയാണ്. ഒരു യാത്ര മനസ്സുകൊണ്ടെങ്കിലും എന്ന് പറഞ്ഞ ഒട്ടകം. ആ ഒട്ടകങ്ങളെ നമ്മൾ കണ്ടില്ല. ഹന്നത്ത് അത് ഹനീന് പ്രകടിപ്പിക്കുന്നതായി, തേങ്ങൽ കാണിക്കുന്നതായി. അതിന് നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ സ്നേഹിയിലേക്ക്, നമ്മുടെ മനസ്സിലുള്ള ഒരു വിതുമ്പിയ ഒരു മയലാൻ, ഒരു ചാച്ചില്, അതാണ് ഹനീൻ. എല്ലാ ഒട്ടകങ്ങൾക്കും ഹനീനാണ്. അതിന് ഹന്നത്ത് ഫിസ്സുറ, രാത്രി നടക്കുന്നതിൽ. ഇല്ലായിലേക്ക് തങ്ങളിലേക്കല്ലാതെ ഒരൊട്ടകത്തിനെയും കണ്ടിട്ടില്ല. ഏതൊട്ടക യാത്രക്കാരും വഴിയിൽ നിർത്തും. എന്നാൽ അങ്ങനെ ഒരു നിർത്തുന്ന സ്വഭാവം ഈ ഒട്ടകങ്ങൾക്കില്ല. മദീനയിലേക്കുള്ള യാത്രക്കാർ വഴിയിൽ നിർത്തുന്നില്ല. മദീനയിലെത്തണമെന്ന ഒരു ലക്ഷ്യത്തിൽ രാത്രി എവിടെയും തെണ്ടടിക്കാതെ മദീനയിലേക്ക് പോകുന്ന സ്വഭാവമാണ്. അത് മദീനയുടെ പ്രത്യേകതയാണ്. അങ്ങോട്ടല്ലാതെ ഒട്ടകങ്ങൾ പാതിരയിൽ റെസ്റ്റെടുക്കാതെ പോകുന്നത് ഹനീനോടുകൂടെ അവിടെ എത്തണമെന്ന ആഗ്രഹത്തോടുകൂടെ ഒട്ടകങ്ങൾ പോകുന്നത് എന്നാണ് ഈ പാട്ടിൽ പറഞ്ഞത്. അതൊരു പക്ഷേ ആലങ്കാരികമായി കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഒട്ടക യാത്രക്കാർ എന്നും അവിടെ അർത്ഥം പറയാം. വൽ ഗമാമ, കാർമേഘം. അൽ ഗമാമത്തു എന്നാണ് ബൈത്തിന് വേണ്ടി അൽ ഗമാമ ആത്തായിനെ വഖഫ് ചെയ്യുന്ന ശൈലിയിൽ ബൈത്തിന് വേണ്ടി വൽ ഗമാമ എന്ന് പറഞ്ഞതാണ്. വൽ ഗമാമ യഥാർത്ഥത്തിൽ വൽ ഗമാമത്തു, കാർമേഘം. അത് അവല്ലത്ത്, തണലിട്ട് തന്നിരിക്കുന്നു നബിയെ. മലഉലാലയാകുന്ന മലക്കുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആദരിച്ച വലിയ വിഭാഗമായ മലഉലാല എന്ന് പറയും മലക്കുകൾ. അവർ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു അലൈക, തങ്ങൾ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആശയമാണത്. കാർമേഘം തണലിട്ട് കൊടുത്തത് സ്വഹീഹ ഹദീസിൽ പലപ്പോഴും നബി തങ്ങൾക്കുണ്ടായതാണ്. അതൊക്കെ തങ്ങളുടെ മുഅ്ജിസത്താണ്. وتدلل بين يديك واستجارك يا حبيبي عندك اللبي النفور واتاك العود. മരത്തിന്റെ കഷ്ണം തങ്ങളരികിൽ വന്ന് എബിക്കി കരയുന്നതായി വന്നു. അവിടെ ഔദ് എന്നും ഉണ്ട് റിപ്പോർട്ടിൽ. ഔദ് എന്ന് പറഞ്ഞാൽ അലിബിലുൽ മുസിന്നു, പ്രായമായ ഒട്ടകം. അതൊരു സംഭവമാണ്. പ്രായമായ ഒട്ടകം കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന സംഭവം 2-3 സംഭവങ്ങളിൽ കാണാം ഹദീസിൽ. അത് തങ്ങളുടെ ഒരു മുഅ്ജിസത്താണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഔദ് എന്ന് വായിക്കണം, ഊദ് എന്ന് വായിക്കാം. മദീന പള്ളിയിൽ ഉണ്ടായിരുന്ന മിമ്പർ, ആ മരക്കഷ്ണം റസൂലുള്ളാഹി തങ്ങൾ ഈത്തപ്പനയുടെ കഷ്ണത്തുമ്പൽ ചാരിയായിരുന്നു ഖുത്ബ ഓതിയിരുന്നത്. ആ ഈത്തപ്പന കഷ്ണം അതാണ് ഊദ്, മരക്കഷ്ണം. ആ ഊദിന്റെ പകരമായി മറ്റൊരു നല്ലൊരു ഉഷാറുള്ള മിമ്പർ ഒരു സഹാബിയത്ത് നബി തങ്ങൾക്ക് പണിതു കൊടുത്തപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വെള്ളിയാഴ്ച ഖുത്ബ ഓതാൻ ആ മിമ്പറിലേക്ക് തങ്ങള് കയറിയപ്പോ പഴയ മിമ്പറിന്റെ കഷ്ണം അവിടെ പള്ളിയുടെ ചെരുവിൽ വെച്ചിരുന്നു. അത് കരയുകയാണ്. കരയുന്നത് ജനങ്ങളെല്ലാം കേൾക്കുകയാണ്. ലൗ അനീനും കാനീനി സ്വബിയ്യ്, ഒരു കുട്ടി തേങ്ങുന്ന പോലെ തേങ്ങുന്നുണ്ട്. ഹനീനല്ല, അനീൻ ഹംസ. അങ്ങനെ ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് ആ ഈത്തപ്പന കഷ്ണത്തെ തൊട്ട് തലോടിയാണ് അതിന്റെ കരച്ചിൽ നിന്നതെന്നും ഹദീസിൽ കാണാം. അതാണ് ഈ സംഭവം പറയുന്നതെന്നും പറഞ്ഞവരുണ്ട്. അത് ദീർഘമല്ല, അതൊരു അകൽച്ചയുള്ള വാക്കല്ല. ചിലർ പറയുന്നു അത്താക്ക എന്ന് പറയാൻ പറ്റൂലല്ലോ, അത്താക്ക തങ്ങളരികിൽ വന്നിട്ടില്ലല്ലോ, തങ്ങൾ അങ്ങോട്ട് ചെന്നതല്ലേ ഊദിന്റെ അടുത്തേക്ക്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ആകാശഭൂമികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഞങ്ങളിതാ സന്നദ്ധരായിരിക്കുന്നു വഴിപ്പെട്ടവരായ നിലക്ക് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അത്താക്കയുണ്ട്. അതിനും അത്ത എന്ന് പറയും. കാൽ വെച്ച് വരലിനും എത്തിപ്പെടലിനും മാത്രമല്ല അത്താക്ക, തയ്യാറായലിന്
ചെയ്യലിനൊക്കെ അത്താക്ക എന്ന് പറയും. അങ്ങനെ ഖുർആനിൽ കാണാം. ആ ശൈലിയിലാണെങ്കിൽ ഇവിടെ ഊദിനെ ഔദ് എന്ന് വായിക്കേണ്ട ആവശ്യമില്ല. രണ്ടും റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തായി സ്വഹീഹായ റിപ്പോർട്ടുള്ളതാണ്. വാതാക്കൽ ഔദു യബ്കി അല്ലെങ്കിൽ വാതാക്കൽ ഊദു യബ്കി വതദല്ലൽ ബൈന യദൈക, തങ്ങളെ മുമ്പിൽ അത് വല്ലാത്ത ദുല്ല് കാണിച്ചു, വല്ലാത്ത താഴ്മ കാണിച്ചു. വസ്തജാറക യാ ഹബീബി, വസ്തജാറക തങ്ങളോട് അഭയം തേടി. യാ ഹബീബി, ഹബീബായ നബിയെ തങ്ങളോട് അഭയം തേടി. തങ്ങളോട് അഭയം തേടാൻ പറ്റുമോ? അല്ലാഹു തആല പറഞ്ഞു, ഇനിസ്തജാറക അഹദും മിനൽ മുശ്രിക്കീന ഫാജിറുഹു, തങ്ങളോട് ആരെങ്കിലും അഭയം തേടിയാൽ തങ്ങൾ അവനെ രക്ഷിക്കണം. മുശ്രിക്ക് തേടിയാലും രക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അമുസ്ലിം രക്ഷ തേടിയാൽ രക്ഷിക്കണം. അപ്പൊ നബിയോട് രക്ഷ തേടുന്നത് ഒരു തകരാറുമില്ല എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാം. ഫാജിറുഹു, ഇസ്തജാറക തങ്ങളോട് രക്ഷ തേടി, രക്ഷിക്കണേ എന്ന് പറഞ്ഞു. യാ ഹബീബി, ഹബീബായ നബി തങ്ങളെ. അവിടെയും നമ്മൾ മുമ്പ് പറഞ്ഞ ചർച്ച മടങ്ങി വരും. എന്തൊക്കെ തങ്ങൾ അരികിൽ വന്ന് രക്ഷ തേടി. തങ്ങൾ അരികിൽ വന്ന് രക്ഷ തേടുക എന്നുള്ളത് ആവശ്യമില്ലല്ലോ. തങ്ങളോട് രക്ഷ തേടി എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചിലർ പറയാറുണ്ട്. എന്തൊക്കെ എന്ന വാക്കിന്റെ ആവശ്യമില്ല. ഇസ്തജാറക അല്ലബിയു, മാന്, അന്നഫൂർ, നഫൂറായ മാൻ. എന്താ നഫൂർ? നഫറ എന്ന് പറഞ്ഞ ഓടിക്കളഞ്ഞു. നഫൂർ എന്ന ഓടുന്ന, മനുഷ്യനോട് ഇണങ്ങാതെ ഓടുന്ന ഒരു ജീവിയാണ് മാന്. തീരെ ഇണങ്ങൂല എന്നല്ല, അധിക മാനുകളും ഇണങ്ങുകയില്ല. ഇണങ്ങാത്ത ജീവിയായ മാൻ തങ്ങളോട് രക്ഷ തേടി എന്ന് പറയലും തങ്ങൾ അരികിൽ വന്ന് രക്ഷ തേടി എന്ന് പറയലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഇവിടുന്ന് നബിയോട് രക്ഷ തേടാറുണ്ട്, നബിയുടെ അരികിൽ ചെന്ന് രക്ഷ തേടാറുണ്ട്. മൃഗങ്ങൾ തങ്ങൾ അരികിൽ വന്ന് രക്ഷ തേടാറുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് രക്ഷ തേടാറുണ്ട്. എല്ലാ ജീവികൾക്കും എല്ലാ സാധനങ്ങൾക്കും രക്ഷ തേടുമ്പോൾ രണ്ട് രൂപ ഉണ്ടായിരിക്കും. റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്ന് രക്ഷ തേടിയ സംഭവങ്ങൾ എത്രയോ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അറാബിയുടെ ടെന്റിന്റെ കുറ്റിയിൽ ഒരു മാനിനെ കെട്ടിയിട്ട സംഭവം ഷിഫയിലും മറ്റും കാണാം. ആ മാന് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവൻ എന്നെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ടാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കുള്ള പാല് കൊടുക്കാൻ കഴിയാതെ എന്റെ അകടിയിൽ പാല് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ അവനോട് പറയണം എന്നെ വിട്ടയക്കാൻ. ഞാന് ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് തിരിച്ചു വരാം എന്ന് ആ മാൻ പറയുകയും ആ മാനിനോട് റസൂലുള്ളാഹി തങ്ങൾ സംസാരിക്കുന്നത് കേട്ട് ഇയാൾ ആശ്ചര്യപ്പെടുകയും അപ്പോ മാന് വന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ അതിന് ഉത്തരവാദിയാവുകയും ആ മാന് ഉടനെ തന്നെ പാല് എല്ലാം കൊടുത്ത് അകടൊട്ടിക്കൊണ്ട് ഓടി വന്ന സംഭവം കണ്ട് അയാൾ മുസ്ലിം ആവുകയും ആ മാനിനെ വിട്ടയക്കുകയും ചെയ്തു. അല്ലെങ്കിൽ തങ്ങൾ വിട്ടയക്കാൻ പറഞ്ഞു വിട്ടയച്ചു. ആ ഒരു സംഭവമല്ല, മാനിന്റെ സംഭവങ്ങൾ പലതുമുണ്ട്. വസ്തജാറക യാ ഹബീബി, തങ്ങളോട് രക്ഷ തേടി. എന്തൊക്കെ തങ്ങൾ അരികിൽ വന്നുകൊണ്ട് രക്ഷ തേടി. അല്ലബി നഫൂർ. അപ്പൊ എന്തൊക്കെ ഏതായാലും എങ്ങനായാലും ആവശ്യമുള്ളതാണ്. ചില റിപ്പോർട്ടുകളിൽ വസ്തജാറത്ത് എന്നുണ്ട്. അപ്പൊ അതിന്റെ ഫായില് വസ്തജാറത്ത്, കാവലിനെ തേടി. യാ ഹബീബി, ഹബീബായ നബിയെ, എന്തൊക്കെ തങ്ങൾ അരികിൽ രക്ഷ തേടി. അല്ലബിയു ഫായിലായി. അങ്ങനെയും ചില നുസ്ഖകളിലുണ്ട്. ഈ നുസ്ഖയായിരിക്കും, മലബാർ നുസ്ഖയായിരിക്കും ഏറ്റവും ആശയം ഉൾക്കൊള്ളുന്ന നുസ്ഖ. ചിലര് എന്തൊക്കെ ഫൗളാണ്, അത് ലഹ്വാണ്, മുസ്തദറക്കാണെന്ന് പറയലുണ്ട്. അവരാണ് മുസ്തദറക്ക് എന്നാണ് നമുക്ക് മനസ്സിലാണ്. നുഫൂർ എന്ന് നൂന് ലമ്മ് ചെയ്ത് വായിക്കുന്നത് അത് ഭാഷ അബദ്ധമാണ്.